വ്യാഖ്യാനിക്കാനും എല്ലാം കെൽപ്പുള്ള നേതാവായിരുന്നു സഖാവ് സീതാറാം. നന്നേ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായി പ്രവർത്തിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ UPA കാലം മുതൽ ഇങ്ങോട്ട് ഇന്ത്യ സഖ്യത്തിന്റെ രൂപീകരണം വരെയുള്ള അതീവ സങ്കീർണമായ ഗൗരവമേറിയ എല്ലാ രാഷ്ട്രീയ മുഹൂർത്തങ്ങളിലും സീതാറാമിലെ നേതാവിന്റെ ശക്തി, അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവ് ഇന്ത്യ കണ്ടതാണ്. അദ്ദേഹത്തിന് വിവേകമുണ്ടായത് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ വഴികളിൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പൊന്തിവരുന്ന വേളയിലാണ്. ഏത് പ്രയാസം വരുമ്പോഴും ബുദ്ധിമുട്ടേറിയാലും ഇതിൻ്റെയെല്ലാം മുമ്പിൽ മതാതെ നിൽക്കാൻ, അക്ഷോഭ്യനായി പ്രവർത്തിക്കാൻ എല്ലാം കഴിയുമായിരുന്ന പ്രവർത്തന ശേഷി സീതാറാമിന്റെ പ്രത്യേകതയായിരുന്നു. വ്യക്തിപരമായ ഒരുപാട് ഓർമ്മകളുണ്ട്. അതെല്ലാം ഞാനിവിടെ ഇപ്പോൾ കുറഞ്ഞിടാൻ ശ്രമിക്കുന്നില്ല. 80കളുടെ തുടക്കത്തിൽ അല്ല 70കളുടെ പകുതിക്ക് വെച്ച് മഹാരാജാസ് കോളേജിന്റെ മുറ്റത്ത് വെച്ച് ആരംഭിക്കുന്ന ബന്ധമാണ് സീതാറാമുമായി എനിക്കുള്ളത്. സീതാറാം അന്ന് SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്നു. ഞാൻ AISF-ന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായിരുന്നു. അന്ന് പരസ്പരം കൈ കൊടുത്തുകൊണ്ട് ആരംഭിച്ച ബന്ധമാണ്. പിന്നീട് ദശാബ്ദങ്ങളിലൂടെ ആ ബന്ധം വളർന്നു. ഇതിനിടയിൽ ലോക ജനാധിപത്യ യുവജന ഫെഡറേഷന്റെ ഭാരവാഹിയായി ഞാൻ ബുഡാപെസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ പ്രവർത്തിക്കുമ്പോൾ ആ 4 വർഷങ്ങൾക്കിടയിൽ പലതവണ സീതാറാം പലതരം മീറ്റിങ്ങുകൾക്കായി അവിടെ വന്നു പോയപ്പോഴെല്ലാം എൻ്റെ വീട്ടിൽ ഒരുപാട് നേരം അത്താഴവേളയിൽ ഒന്നിച്ചിരിക്കാറുണ്ടായിരുന്നു. ആഹാരം കഴിച്ച് സൗഹൃദം പുതുക്കി വർത്തമാനങ്ങൾ പങ്കിട്ട് രാഷ്ട്രീയ പ്രശ്നങ്ങൾ പരസ്പരം ചർച്ച ചെയ്ത് പാട്ട് കേട്ട് രാവ് ഒരുപാട് വൈകിട്ടാണ് എല്ലായ്പ്പോഴും സീതാറാം ഉറങ്ങിപ്പോയിരുന്നു. ഇത്തരം കൂടിക്കാഴ്ചകൾ മോസ്കോയിൽ വെച്ചും പലവട്ടം ഉണ്ടായിട്ടുണ്ട്. ഇതിലൂടെ എല്ലാമാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം വ്യക്തിപരമായ ആഴമുള്ള സ്നേഹബന്ധമായി മാറിയത്. പിന്നെ 6 കൊല്ലം കഴിഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗമായി ഞാൻ ഡൽഹി കേന്ദ്രമാക്കി പ്രവർത്തിക്കാനെത്തിയപ്പോൾ മുതൽ സഖാവ് സീതാറാമുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് അവസരങ്ങൾ ഏറെ കിട്ടി. പല പൊതുവിഷയങ്ങളിലും CPI-CPM ചർച്ചകളിൽ, ഇന്ത്യ സഖ്യത്തിന്റെ മീറ്റിങ്ങുകളിൽ, യുവജന പ്രക്ഷോഭത്തിന്റെ വേദികളിൽ, അങ്ങനെ എത്രയോ സ്ഥലങ്ങളിൽ വെച്ച് കൂടിക്കാണുമ്പോഴെല്ലാം നിറഞ്ഞ സ്നേഹം പങ്കിട്ട രാഷ്ട്രീയ ആശയ പ്രശ്നങ്ങളെപ്പറ്റി സുവ്യക്തമായി വ്യാഖ്യാനിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ സംഭാഷണങ്ങളെല്ലാം ഓർമ്മയിലേക്ക് വരുന്നു. സീതാറാമിനെ കുറിച്ച് നേതാവിന്റെ സാന്നിധ്യം ഇടതുപക്ഷത്തിന് ഏറെ ആവശ്യമായ ഒരു സന്ദർഭത്തിലാണ് സീതാറാം വിട പറയുന്നത്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് ഇപ്പോൾ സീതാറാം യെച്ചൂരിയെ അനുസ്മരിച്ചത്. ബുദ്ധദേവ് ഭട്ടാചാര്യയെ അനുസ്മരിച്ചായിരുന്നു സീതാറാം യെച്ചൂരിയുടെ അവസാന വീഡിയോ സന്ദേശം. ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് അനുസ്മരണ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയാത്തതിന്റെ ദുഃഖം അദ്ദേഹം അന്ന് പങ്കുവയ്ക്കുകയുണ്ടായി.